പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ഇന്ന് ഒന്ന് പുറത്തേക്ക് പോവാണ്. ഇപ്പം സമയം 7:15. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഈ അമ്മ റെഡിയായി വന്നില്ല. അപ്പോൾ പോകുന്നത് അമ്മയുണ്ട്, പിന്നെ അച്ഛൻ, നമുക്ക് കുഞ്ഞുനെയും കൂടെ ഒന്ന് വിളിക്കണം. ഇതാണ് കുഞ്ഞുന്റെ വീട്. നമുക്ക് കുഞ്ഞുനെ വിളിക്കാം. കുഞ്ഞുട്ടി, ആളെ കാണുന്നില്ലല്ലോ. റെഡി ആയിട്ടില്ലേ ആള്? 6 മണിക്ക് റെഡിയായി നിക്കണോന്ന് പറഞ്ഞ് അതേ വരുന്നുണ്ട്. നമുക്കിവിടെ 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. റോഡ് ഭയങ്കര ബ്ലോക്കാണ്. നമ്മൾ പള്ളിയിലേക്ക്, അർത്തിങ്ക പള്ളിയിലെ പെരുന്നാൾ കാണാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ സാധാരണ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ വീട്ടിൽ നിന്ന് പള്ളിയിൽ എത്താവുന്നതാണ്. ഇതിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു 3/4 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. പള്ളിയിലെത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ 1 മണിക്കൂർ എടുത്തിട്ടാണ് പള്ളിയിലെത്തിയത് തന്നെ. നല്ല ബ്ലോക്കായിപ്പോയി. പകല് പോരാതിരുന്നത്, നല്ല വെയിലും ചൂടും ഒക്കെ അല്ലേ. അപ്പോൾ വൈകിട്ടാകുമ്പോൾ സുഖമാണല്ലോ എന്ന് വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ നല്ല തിരക്കാണ്. അപ്പം ജസ്റ്റ് ഒന്ന് പള്ളിയിലൊക്കെ കയറിയിട്ട് മറ്റു ഭാഗത്തേക്കൊക്കെ പോകാം. പള്ളിയുടെ അങ്കണത്തിൽ ഉള്ള തിരക്കാണ് ഈ കാണുന്നത്. ഇപ്പോൾ 8 മണിയെങ്കിലും ആയിട്ടുണ്ട്. 8:15 ആയി. പള്ളി കുറച്ച് സമയം അധികം കയറി, ഒരു അരമണിക്കൂറോളം പള്ളിയിലൊക്കെ അകത്തിരുന്നതിന് ശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാമെന്നുള്ള ആണ് ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയത്. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. നമ്മളിനി പള്ളിയുടെ പുറത്തോട്ട് ഇറങ്ങി ഇനി ഒന്ന് ബീച്ചിലേക്കൊക്കെ പോകണം. ആ പോകുന്ന കൂട്ടത്തിൽ നമുക്ക് മറ്റ് കാഴ്ചകളൊക്കെ കാണുന്നതൊക്കെ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്നൊക്കെയാണ് ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. നല്ല ഭംഗിയാണല്ലോ സന്ധ്യ കഴിയുമ്പോഴത്തേക്ക് എല്ലാം ദീപാലങ്കാരങ്ങൾ, പിന്നെ നമുക്ക് നല്ലൊരു ക്ലൈമറ്റും ഒക്കെയാണ് ആ സമയത്ത്. ഇത്രയും വൈകി വരുമ്പോഴത്തേക്ക്, സന്ധ്യ കഴിഞ്ഞ് പോരുമ്പോൾ തിരക്ക് കുറയുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചത്. നല്ല ക്ലൈമറ്റ് ആയിരിക്കും, തിരക്കൊക്കെ കുറവാണ്. പക്ഷേ പകലത്തേക്കാളും തിരക്ക് ഉണ്ട്. ഇപ്പം ഞങ്ങൾ ബീച്ചിലേക്ക് പോകാനുള്ള റോട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഉള്ള കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇതേ ഒരു ബജിക്കട. അപ്പം കുഞ്ഞുട്ടിയൊക്കെ വണ്ടിയിരുന്ന് വിഷമിച്ചൊക്കെയാണ് പോകുന്നത്. അപ്പം നമുക്ക് ബജിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടൊക്കെ പോകാമെന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ മറ്റു സ്ഥലത്തോട്ടൊക്കെ ഇറങ്ങിയത്. ഇപ്പം അന്നത്തെ തിരക്ക് കൊണ്ട് ഡിസ്പോസിബിൾ പ്ലേറ്റൊക്കെ തീർന്നിരുന്നു. അവർ പിന്നെ പേപ്പറിൽ പ്ലാസ്റ്റിക് ഇട്ടിട്ട് അതിലൊക്കെയാണ് ബജിയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ. നഴ്സറിയിലേക്ക് വന്ന് അപ്പോൾ ഞാൻ പിന്നെ കരുതിയ പോകാൻ നേരത്ത് ചെടിയൊക്കെ വാങ്ങിക്കുക. ഇപ്പോഴേ വാങ്ങിച്ചിട്ട് ഈ ബീച്ചിലോട്ടൊക്കെ പോകാൻ നേരത്ത് ബുദ്ധിമുട്ടല്ലേ പിടിച്ചുകൊണ്ട് പോകാൻ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അന്നേരം വാങ്ങിയില്ല. എങ്കിലും ജസ്റ്റ് എല്ലാം കയറിയൊക്കെ ഒന്ന് നോക്കിയൊക്കെ വെച്ച്, നഴ്സറികൾ അപ്പുറയും ഒക്കെ വേറെ ഉണ്ട്. വീണ്ടും റോഡിലോട്ട് വന്ന് അപ്പോൾ കുറച്ചധികം നമുക്ക് നടക്കാനുണ്ട് ബീച്ചിലോട്ടേ. അപ്പോൾ ഒരുപാട് കാഴ്ചകളും അവിടം വരെ നമുക്ക് കിട്ടും. കരിമ്പൻ ജ്യൂസൊക്കെ തയ്യാറാക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ കണ്ടോ എല്ലാ കടയിലും നല്ല തിരക്കാണ്. അപ്പോൾ റോഡിലത്തെ തിരക്ക് കാരണം സൈഡിലോട്ട് ഇങ്ങനെ ചേർന്ന് കടകളുടെ കൂടെ ചേർന്ന് അടുത്തൊക്കെ ആയിട്ടാണ് ഞാൻ പോയത്. അപ്പോഴത്തേക്ക് എല്ലാ ഭാഗവും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഒരുപാട് കളക്ഷൻ ഉണ്ട് കമ്മലിൻ്റെ. ഇപ്പോൾ ഇഷ്ടം പോലെ കടയുണ്ട്. നമുക്ക് ഏത് കടയിൽ കയറണമെന്ന് സംശയം തോന്നിപ്പോവും. ഏതെടുത്താലും 10 രൂപയുടെ കടയാണിത്. പിന്നെ ഹലുവയുടെ ഒക്കെ കട.
കോഴിക്കോട് ഹലുവയെന്നും ഒക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട്. കുഞ്ഞുട്ടിയുടെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളിക്കാരത്തി ഒന്നും വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ പർച്ചേസൊക്കെ നടത്താനായിട്ടാണ് ഇരിക്കുന്നത്. അടുത്ത നഴ്സറി എത്തി. ഇവിടെ നല്ല ഡാലിയൊക്കെ ഉണ്ട്. ഡാലിയുടെ കിഴങ്ങൊക്കെ വാങ്ങിക്കണമെന്നൊക്കെ മോള് പറയുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് അങ്ങോട്ട് പോകുന്നു, ബീച്ചിലേക്ക് പോകുമ്പോഴെല്ലാ കാഴ്ചയും കണ്ടു പോയിട്ട് തിരിച്ചു വരുമ്പോൾ പർച്ചേസൊക്കെ ചെയ്യാമെന്നാണ് ഹസ്ബൻഡ് പറഞ്ഞേക്കുന്നത്. കാരണം ഞങ്ങളെ കടയിലേക്കൊന്നും ഇപ്പം കയറ്റുന്നില്ല. ജസ്റ്റ് എല്ലായിടത്തും നിന്നൊന്ന് വീഡിയോ എടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഈ ചെരുപ്പിൻ്റെയൊക്കെ വിലയൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് പറഞ്ഞൊക്കെ തരേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അന്നേരം അതൊന്നും തോന്നിയില്ല. പിന്നെ ഹസ്ബൻഡാണെങ്കിൽ സമ്മതിക്കുന്നില്ല. അതിനകത്തേക്കൊക്കെ പോയി എല്ലാത്തിൻ്റെയും വിലയൊക്കെ തിരക്കാൻ വേണ്ടിയിട്ട്. തിരിച്ചു വരുമ്പോൾ നമുക്കെല്ലാം വാങ്ങിക്കാം, അന്നേരം നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പെട്ടെന്ന് വിളിച്ചിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കളക്ഷനൊക്കെ ഉണ്ട്. ചെരുപ്പ്, ഡ്രസ്സ്, അതുപോലെ തന്നെ എല്ലാ വക സാധനങ്ങളും. കമ്മലിൻ്റെയൊക്കെ കളക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊക്കെ പോരാൻ തോന്നത്തില്ല. ഞാൻ അവിടെയൊക്കെ ചെന്നിട്ട് ഞാനും അതേ മോള് അവിടെ അന്നേരം വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് ഒരു കമ്മലിൻ്റെ കളക്ഷൻ മാത്രം, കമ്മലും മാലയും മാത്രമൊക്കെ ആയിട്ടുള്ള ഒരു കടയായിരുന്നു. ഇപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇനി 8ാം പെരുന്നാൾ വരെയുള്ള ആ തിരക്കിൻ്റെ സമയമാണ് ഇപ്പോഴേ. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ പിള്ളേരുടെ റൈഡൊക്കെ ഉള്ള ഏരിയയിലേക്കാണ് വന്നത്. അവളെ കുഞ്ഞുട്ടീനെ എല്ലാത്തിലും കയറ്റണമെന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ പോയത്. അവൾക്ക് ഇപ്പോൾ പാവാട ഒരു പ്രശ്നമായത്. സ്കേർട്ടിന് ഭയങ്കര ഇറക്കമുള്ള സ്കേർട്ടായിപ്പോയി. എപ്പോഴും മിക്കതിലും അതൊന്നും പറ്റത്തില്ലായിരുന്നു. പിന്നെ അതൊക്കെ കുറച്ച് സമയമൊക്കെ കണ്ടൊക്കെ നിന്ന് അത് കാണാനൊക്കെ രസമാണല്ലേ. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഈ പൊട്ടാറ്റോ റിങ് ആക്കിയിട്ട് ഒരു കമ്പിൽ കുത്തി മുളക് ഉപ്പൊക്കെ തേച്ച് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നു. ഞങ്ങളത് വാങ്ങിയിട്ടാ. നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു സംഭവം. ചൂടോടെ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും. കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ബീച്ചിലോട്ടൊക്കെ ഇറങ്ങി. ഒരുപാട് കളക്ഷനൊക്കെ ഉള്ള തുണിക്കടകൾ ഒക്കെ കണ്ട്. ചെരുപ്പിൻ്റെയും ബാഗിൻ്റെയൊക്കെ അതും പിന്നെ ഇതൊന്ന് കണ്ടിട്ടുണ്ട്. വലിയ വലിയ ചെടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ പഴയ കാല മിഠായികളെന്നും പറഞ്ഞുകൊണ്ട് ഒരു കളക്ഷനാണ്. നാരങ്ങ മിഠായി, ജീരക മിഠായി, അങ്ങനെ ഒരു 1980-70കളിലൊക്കെ ഉണ്ടായിരുന്ന സൈസ് മിഠായികളും കാര്യങ്ങളൊക്കെ ഇവിടെ കൂടുതൽ. പുളിമിഠായി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ. കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതേ നമ്മുടെ കുലുക്കി സർബത്ത്. അവിടെ രസമായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് സർബത്തൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ടൊക്കെയാണ് പിന്നെ ബീച്ചിലോട്ട് പോയത്. അവിടെ നിന്നിപ്പോൾ കുറേ സമയം ആ പിള്ളേർ അതൊക്കെ എടുക്കുന്ന കാണാൻ നല്ല ശേലായിരുന്നു. കുറേ പേര് അത് കാഴ്ച കാണാൻ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണ്ടെന്നുണ്ടായിരുന്നു. അവർ അത് കരിപ്പെട്ടിയാണ്, ശർക്കര അത് തന്നെ, ശർക്കരയല്ല ചക്കര. ഇപ്പം ബീച്ചിനോട് അടുത്തേ. ബീച്ചിലൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പകൽ വരുന്നത് തന്നെയാണ് കാഴ്ചയ്ക്ക് നല്ലത്. പിന്നെ വെയിലും ചൂടൊക്കെ, പിന്നെ ഒരു 5 മണി സമയത്തൊക്കെ വന്നാൽ സുഖമാണ്. പക്ഷെ നമുക്കിപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് രാത്രിയായി. ഇപ്പം തന്നെ ഒരു 10 മണിയോട് അടുത്ത്. ഞങ്ങൾ ആദ്യമേ തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയി ഫിഷ് സ്പായിലിരുത്തിയേ. അവൾക്കത് വലിയ ഇഷ്ടമായി. അവൾ ഭയങ്കര ചിരിയും ബഹളമൊക്കെ ആയിരുന്നു. അവൾ ശരിക്കും എൻജോയ് ചെയ്തത്. അവർ 2 പേരും അതിനകത്ത് 15 മിനിറ്റ് വീതമാണ്. അവിടുത്തെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 15 മിനിറ്റത്തേക്ക് അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക്.
കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയായിരുന്നു. കുറച്ച് സമയം ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്തു. ബീച്ചിലേക്ക് അങ്ങനെ ഇറക്കുന്നില്ലായിരുന്നു. ഇവിടെ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. രാത്രി സമയമാണല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സമയം ഈ വലയൊക്കെ അഴിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ നിന്നു. കടലിന്റെ ഭംഗിയൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല ഈ ടൈം ആയത് കാരണം. കുറച്ച് പരിചയക്കാരെയൊക്കെ അങ്ങനെ ഇവിടെ വെച്ചൊക്കെ കണ്ട് അങ്ങനെയൊക്കെ അവരുമായിട്ടൊക്കെ സംസാരിച്ചൊക്കെ നിന്ന്. കുഞ്ഞു അവിടെ കിടന്നൊരു മീനിനെയൊക്കെ തട്ടിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കടലിലോട്ട് ഇറങ്ങാനായിട്ടൊക്കെ കുറച്ച്, പക്ഷെ ഞങ്ങളങ്ങനെ വിട്ടില്ല, ഇരുട്ടല്ലേ എന്തെങ്കിലും, അത് കാരണം പിന്നെ ഞങ്ങൾ അതിന് സമ്മതിച്ചില്ല. എന്നിട്ടും അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കുറച്ച് സമയമൊക്കെ ഇറങ്ങി നിന്ന്. പിന്നെ ഞാനും കൂടെ പോയി കൂട്ടത്തിലൊക്കെ നിന്ന്, കാരണം രണ്ടിനെയും കൂടെ എനിക്ക് അങ്ങോട്ട് ഒറ്റയ്ക്ക് വിടാനായിട്ടൊക്കെ പേടി. ശക്തമായ തിരയൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ ഇതിനു മുമ്പ് ബീച്ചിലൊക്കെ കൊണ്ടുവന്നവരുണ്ടല്ലോ, അവർ രണ്ടുപേരും കൂടെ അവിടെ ആ തിരയിലൊക്കെ ഇരുന്ന് ആകെ നനച്ച് കുളിച്ചിട്ടൊക്കെ പോരുള്ളൂ. ഇന്ന് പിന്നെ നമ്മൾ അതിനൊന്നും അനുവദിച്ചില്ല. ഇതിനല്ലേ പോലീസുകാരൊക്കെ ഉണ്ട്, അവർ വെള്ളത്തിലോട്ട് ഇറങ്ങാനായിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു. പോകാന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടൊക്കെ പോന്നു. ഇപ്പം തന്നെ നമ്മളൊരു 3 മണിക്കൂറോളം ആയി പള്ളിയിലും ഈ ഇവിടേക്കൊക്കെ വന്നിട്ട് 3 മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്ത്. പുണ്യാളൻ്റെ രൂപം മണലിൽ തീർത്തതാണിത്. ഇപ്പം രാവിലെ ഇണക്കിയതായത്. പിന്നെ അതിനൊക്കെ ശേഷം നമ്മൾ പിന്നെ വീണ്ടും ബജിയൊക്കെ വാങ്ങിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്ന് കഴിച്ചിട്ടൊക്കെ ഇത്തിരി നേരം കൂടി ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കടയുടെ അടുത്തൊക്കെ തന്നെ ഞങ്ങൾ കുറച്ച് സമയം ഇരുന്ന് കുറച്ച് ഫിഷൊക്കെ ഇവിടെ ഇരുന്ന് കാണാൻ പറ്റുമായിരുന്നു. കുഞ്ഞിനും നയനയ്ക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടൊക്കെ കയറി പർച്ചേസൊക്കെ നടത്തി തിരിച്ചു പോരാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തു. കുറച്ച് സാധനം വാങ്ങിച്ച് പിന്നെ അതേ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. പൊതുവെ വിശപ്പൊന്നുമില്ല, ഓരോ സാധനം അവിടെ നിന്നൊക്കെ കഴിച്ച കാരണം വേണ്ട, പിന്നെ എന്നാലും ജസ്റ്റ് പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്നും പറഞ്ഞങ്ങനെ കയറി. സമയം ഒരുപാട് വൈകിയത് കൊണ്ട് എന്തായാലും സിമ്പിൾ ഫുഡ് വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചാണ് കയറിയത്. പക്ഷെ അവിടെ ദോശ ഞങ്ങൾ ആവശ്യപ്പെട്ടു, പക്ഷെ ദോശയൊന്നും ഇല്ല, പൊറോട്ടയും ചിക്കൻ റോസ്റ്റും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് ഓർഡർ കൊടുത്ത് കുറേ സമയം ഇരുന്നിട്ടാണ് കിട്ടിയത്. കാരണം ഒരുപാട് വൈകി അവിടെ ആൾക്കാരൊക്കെ വന്നിങ്ങനെ സംഭവമൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് സമയം ചിലവഴിച്ച് കഴിഞ്ഞിട്ടാണ് സംഭവം കിട്ടിയത്. കുഞ്ഞുങ്ങളും വിഷമിച്ച് വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ, പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.